ഹായ്, ഞാൻ സ്പോർട്സ് ആൻഡ് എക്സസൈസ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിപുലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വെജിറ്റേറിയൻ ഡയറ്റ് കൊണ്ട് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജിമ്മിൽ പോകാറുണ്ടായിരുന്നു. അപ്പം ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ജിമ്മിലെ ട്രെയിനർ പറയുമായിരുന്നു മുളപ്പിച്ച പയറും നേന്ത്രപ്പഴവും കഴിച്ചാൽ മതി മസിൽ ബിൽഡാക്കാനെന്ന്. ശരിക്കും അത് മതിയോ മസിൽ ബിൽഡ് ചെയ്യാൻ? ഈ വീഡിയോയിലൂടെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാം. മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻസ്. അപ്പം ഈ പ്രോട്ടീനിൽ തന്നെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ആനിമൽ പ്രോട്ടീൻ ആണെങ്കിലും പ്ലാന്റ് പ്രോട്ടീൻ ആണെങ്കിലും രണ്ടിനും രണ്ട് ക്വാളിറ്റിയാണ്. പ്രോട്ടീൻ്റെ ക്വാളിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ശരിക്കും 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് അമിനോ ആസിഡ് കമ്പോസിഷൻ അല്ലെങ്കിൽ അമിനോ ആസിഡ് പ്രൊഫൈൽ. നമുക്ക് ശരിക്കും 2 ടൈപ്പ് അമിനോ ആസിഡ്സ് ഉണ്ട്. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്തോളും. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണെങ്കിൽ അത് നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. രണ്ടാമത്തതാണ് ഡൈജസ്റ്റബിലിറ്റി. എത്രത്തോളം ഡൈജസ്റ്റ് ആവുന്നു, ആ ഡൈജസ്റ്റ് ആവുന്ന സാധനം എത്രത്തോളം അബ്സോർബ് ആവുന്നു, അത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് അതിന്റെ ലൂസിൻ കണ്ടന്റ്. ശരിക്കും ഈ ലൂസിൻ ആണ് നമ്മുടെ ബോഡിയുടെ മസിൽ പ്രോട്ടീൻ സിന്തസിസിന് ഒരു ഓൺ സ്വിച്ച് എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു ത്രെഷോൾഡ് ഉണ്ട്. ആ ത്രെഷോൾഡ് ക്രോസ് ചെയ്താൽ മാത്രമേ മസിൽ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ലൂസിൻ കണ്ടന്റും ഒരു ഫാക്ടറാണ്. ഇത് മൂന്നുമാണ് ശരിക്കും പ്രോട്ടീൻ ക്വാളിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, ബയോളജിക്കൽ വാല്യൂ. ഇപ്പം എന്താണ് ഈ ബയോളജിക്കൽ വാല്യൂ? ഈ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു പ്രോട്ടീൻ കഴിച്ചു. ഈ പ്രോട്ടീൻ നമ്മുടെ ഗട്ടിൽ അല്ലെങ്കിൽ വയറ്റിൽ പോയി അബ്സോർബായി. ഈ അബ്സോർബായ പ്രോട്ടീനിൽ എത്ര പ്രോട്ടീൻ നമ്മുടെ മസിലിന് ഗ്രോത്തിന് അല്ലെങ്കിൽ റിപ്പയറിന് വേണ്ടി യൂസ് ചെയ്തു എന്നതാണ് ഈ ബയോളജിക്കൽ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ബയോളജിക്കൽ വാല്യൂ, ഉദാഹരണം മെയിൻ റെഫറൻസ് പ്രോട്ടീൻ എപ്പോഴും എടുക്കുന്നത് മുട്ടയാണ് അല്ലെങ്കിൽ എഗ്ഗ്. അതിന്റെ ബയോളജിക്കൽ വാല്യൂ എപ്പോഴും 100 ആണ്. അതായത് എഗ്ഗിൽ നിന്ന് എത്ര പ്രോട്ടീനാണ് അബ്സോർബ് ആവുന്നത്, ആ അബ്സോർബ് ആയ പ്രോട്ടീനിലെ എല്ലാ എമൗണ്ടും, അതായത് ഈ അബ്സോർബ് ആവുന്നതിന്റെ എല്ലാം മസിൽ ഗ്രോത്തിന് അല്ലെങ്കിൽ റിപ്പയറിന് വേണ്ടിയിട്ടാണ് യൂസ് ആവുന്നത്. ഇതേപോലെ തന്നെ നമുക്കിപ്പം ആനിമൽ പ്രോട്ടീൻ്റെയും പ്ലാന്റ് പ്രോട്ടീൻ്റെയും ബയോളജിക്കൽ വാല്യൂ കമ്പയർ ചെയ്യുവാണെങ്കിൽ എപ്പോഴും ആനിമൽ പ്രോട്ടീൻ്റെ ബയോളജിക്കൽ വാല്യൂ ആയിരിക്കും എപ്പോഴും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം വേ പ്രോട്ടീൻ. ഈ വേ പ്രോട്ടീൻ ആണ് ഏറ്റവും കൂടുതൽ ബയോളജിക്കൽ വാല്യൂ ഉള്ളത്. അതായത് ഇപ്പം ഉദാഹരണത്തിന് 100 കൂടുതലുണ്ട്. മുട്ടയുടെ റെഫറൻസ് റേഞ്ച് നമ്മൾ പറഞ്ഞു അറൗണ്ട് 100 ആണെന്ന്. വേ പ്രോട്ടീൻ ആകുമ്പോൾ അതൊരു 104 തൊട്ട് 110 വരെ വരാറുണ്ട്. ഇത്രയും പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. ആ അബ്സോർബ് ആയ എമൗണ്ട് മസിലിലെ ഗ്രോത്തിന് അല്ലെങ്കിൽ റിപ്പയറിനായിട്ട് യൂസ് ആവുന്നുണ്ട്. അപ്പം മീറ്റിനൊക്കെ വരുമ്പോൾ, അതായത് ചിക്കനോ അതോ എന്തെങ്കിലും മീറ്റ് ആയിക്കോട്ടെ, അതിന്റെ ഒരു 85 തൊട്ട് 90 വരെ ബയോളജിക്കൽ വാല്യൂ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പ്ലാന്റ് പ്രോട്ടീൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പ്ലാന്റ് പ്രോട്ടീനിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സോയയിലാണ്. സോയിൽ അറൗണ്ട് 74% ആണ് ബയോളജിക്കൽ വാല്യൂ വരുന്നത്. പൾസസ്, അതായത് പയറ്, പരിപ്പ്, ഇതേപോലുള്ള ധാന്യങ്ങളിൽ ഏറെക്കുറെ 50% അല്ലെങ്കിൽ 50 ബയോളജിക്കൽ വാല്യൂ വരുന്നത്. ബാക്കി നമ്മൾ റൈസ്, വീറ്റ് ഇതുപോലുള്ള സാധനങ്ങളിൽ 45 തൊട്ട് 50 വരെയൊക്കെയാണ് റേഞ്ച് വരുന്നത്. അപ്പം എപ്പോഴും ബയോളജിക്കൽ വാല്യൂവിലാണെങ്കിലും സുപ്പീരിയർ ആനിമൽ പ്രോട്ടീൻ ആണ്. ആനിമൽ പ്രോട്ടീൻ എന്തുകൊണ്ടാണ് പ്ലാന്റ് പ്രോട്ടീനേക്കാളും സുപ്പീരിയർ? അതിൽ ഞാൻ നേരത്തെ പറയുകയാണ്, പ്രോട്ടീൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് അമിനോ ആസിഡ് പ്രൊഫൈൽ, രണ്ടാമത്തത് ഡൈജസ്റ്റബിലിറ്റി, മൂന്നാമത്തത് ലൂസിൻ കണ്ടന്റ്. അമിനോ ആസിഡ് പ്രൊഫൈൽ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡ് നല്ല പ്രപ്പോർഷനിലാണ് ആനിമൽ പ്രോട്ടീനിൽ കാണുന്നത്. പ്ലാന്റ് പ്രോട്ടീൻ ആകുമ്പോൾ അതിൽ മെയിൻലി പൾസസ് എടുക്കുകയാണെങ്കിൽ കടല, പയറ്, പരിപ്പ്, ഇതിൽ സിസ്റ്റീൻ, മെത്തിയോണിൻ എന്നീ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ അളവ് കുറവായിട്ട് കാണുന്നുണ്ട്. സീരിയൽസിൽ റൈസ്, വീറ്റ് എടുക്കുമ്പോൾ അതിൽ ലൈസിൻ എന്ന അമിനോ ആസിഡിന്റെ അളവ് കുറവായിട്ട് കാണുന്നുണ്ട്. ഡൈജസ്റ്റബിലിറ്റിയുടെ കാര്യം വരുമ്പോൾ ശരിക്കും നമ്മുടെ ഈ പ്ലാന്റ് പ്രോട്ടീനിൽ ഫൈബർ, ഫൈറ്റേറ്റ്സ് ഇതുപോലുള്ള കുറച്ച് എൻസൈം ഇൻഹിബിറ്റേഴ്സ് ഉള്ളത് കാരണം ഡൈജസ്റ്റബിലിറ്റി നല്ല രീതിയിൽ നടക്കുന്നില്ല, അതിന്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് ഉണ്ടാവുന്നില്ല. മറിച്ച് പ്ലാന്റ് പ്രോട്ടീനിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ട് അബ്സോർബ് ആവുകയും നന്നായിട്ട് ഡൈജസ്റ്റ് ആവുകയും അത് മസിൽ പിടിക്കുകയും ചെയ്യാറുണ്ട്. മൂന്നാമത്തത് ലൂസിൻ കണ്ടന്റ്. ഈ പെട്ടെന്ന് ലൂസിൻ കണ്ടന്റ്, ലൂസിൻ ഒരു ബ്രാഞ്ചഡ് ചെയിൻ അമിനോ ആസിഡ് ആണ്. ഇതാണ് ശരിക്കും നമ്മുടെ മസിൽ പ്രോട്ടീൻ സിന്തസിസ് ഓൺ ആക്കുന്നത്. ഇതിന്റെ ഒരു ത്രെഷോൾഡ് ക്രോസ് ആയാൽ മാത്രമേ നമുക്ക് മസിൽ പ്രോട്ടീൻ, നമ്മുടെ ബോഡിയിൽ മസിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുകയുള്ളൂ. അപ്പോൾ പ്ലാന്റ് പ്രോട്ടീൻ കഴിക്കുന്നതിനേക്കാളും ആനിമൽ പ്രോട്ടീൻ കഴിച്ചാലാണ് കൂടുതലായിട്ട് ലൂസിൻ ത്രെഷോൾഡ് ക്രോസ് ചെയ്തതായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് എപ്പോഴും നമുക്ക്
പറയാവുന്നത് ആനിമൽ പ്രോട്ടീൻ ആണ് എപ്പോഴും പ്ലാന്റ് പ്രോട്ടീനേക്കാളും സുപ്പീരിയർ എന്ന്. ആനിമൽ പ്രോട്ടീൻ ആണ് സുപ്പീരിയർ എങ്കിലും പ്ലാന്റ് പ്രോട്ടീൻ കൊണ്ട് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാം. പക്ഷെ നല്ലൊരു പ്ലാനിങ് വേണം. ഞാൻ പറയുകയുണ്ടായി, ഈ അമിനോ ആസിഡ് പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കാനായിട്ട് പ്ലാന്റ് പ്രോട്ടീനിൽ നമുക്കൊരു ടെക്നിക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് പ്രോട്ടീൻ കോംപ്ലിമെൻറ്റിങ്. ഈ പ്രോട്ടീൻ കോംപ്ലിമെൻറ്റിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പയറ്, കടല, പരിപ്പ് ഈ ഐറ്റത്തിൽ മെത്തിയോണിൻ, സിസ്റ്റിൻ്റെ അളവ് കുറവും, പിന്നെ അരി, ഗോതമ്പിൽ ലൈസിൻ്റെ അളവ് കുറവും. അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ആയി പോകും. അതുവഴി എന്ത് പറ്റും, ഇതിൻ്റെ അമിനോ ആസിഡ് പ്രൊഫൈൽ ഇമ്പ്രൂവ് ആവും. രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കുന്നത് വഴി അമിനോ ആസിഡ് പ്രൊഫൈൽ ഇമ്പ്രൂവ് ആവും. ഇമ്പ്രൂവ് ആവുന്നത് വഴി മസിൽ പ്രോട്ടീൻ്റെ അബ്സോർപ്ഷൻ കൂടും. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇതിൻ്റെ ഉള്ള ഫൈറ്റേറ്റ്സ്, ആൻറ്റി ന്യൂട്രിയൻസ്. അത് മാറ്റാനായിട്ട് നമുക്ക് രാത്രി കുതിർക്കാനിട്ടാൽ മതി. സോക്കിംഗ് ഒരു ടെക്നിക്കാണ്. അതുവഴി നമുക്കിതിൻ്റെ ഫൈറ്റേറ്റ്സ് അല്ലെങ്കിൽ ആൻറ്റി ന്യൂട്രിയൻസിൻ്റെ ആ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. ഇതുവഴി അതിൻ്റെ അമിനോ ആസിഡ് പ്രൊഫൈൽ കൂട്ടാനും പിന്നെ ഡൈജസ്റ്റബിലിറ്റി കൂട്ടാനും സഹായിക്കുന്നു. അതുവഴി പ്രോട്ടീൻ്റെ അബ്സോർപ്ഷൻ കൂടുകയും ചെയ്യുന്നു. ഇതിലേതാണ് ശരിക്കും ബെറ്റർ? അപ്പം അതിലൊരു ഡൗട്ടും ഇല്ല, ആനിമൽ പ്രോട്ടീൻ തന്നെയാണ് ബെറ്റർ. അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈൽ ഉണ്ട്, അതിൽ ബെറ്റർ ഡൈജസ്റ്റബിലിറ്റി ആണ്, മൂന്നാമത്തെ നല്ല ലൂസിൻ കണ്ടന്റ് ഉണ്ട്. പക്ഷെ മറിച്ച് പ്ലാന്റ് പ്രോട്ടീൻ ആണെങ്കിലും അതിൻ്റെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പ്രോട്ടീൻ കോംപ്ലിമെൻറ്റിങ്ങും സോക്കിങ്ങും എല്ലാം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അബ്സോർപ്ഷനും കൂട്ടാൻ പറ്റും. ഇനി ടു ഓൾ വെജിറ്റേറിയൻസ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറവായതുകൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ അളവ് നിങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. രണ്ടാമത്തെന്ന് പറയുമ്പോൾ അത് പ്രോട്ടീൻ കോംപ്ലിമെൻറ്റിങ് ചെയ്യേണ്ടി വരും. 2 പ്രോട്ടീൻ സോഴ്സസ് കമ്പൈൻ ചെയ്ത് കഴിക്കേണ്ടി വരും. സിറിയൽസും നമ്മുടെ പൾസസും നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പം നമ്മുടെ അരിയും ഗോതമ്പും അല്ലെങ്കിൽ അതും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പയറ് കഴിക്കുന്നത്, കടല കഴിക്കുന്നത്, ഇതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. മൂന്നാമത്തെ നമ്മുടെ റിക്കവറിയിലും സ്ട്രെങ്ത് ട്രെയിനിങ്ങിലും ശ്രദ്ധിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റേറിയൻസിനും ഈസി ആയിട്ട് മസിൽ ബിൽഡ് ചെയ്യാം. ആനിമൽ പ്രോട്ടീനെ പറ്റിയും പ്ലാന്റ് പ്രോട്ടീനെ പറ്റിയും നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായും ഞാൻ അതിനൊരു റിപ്ലൈ തരുന്നതായിരിക്കും. ഈ സ്പോർട്സ് റിലേറ്റഡ് കണ്ടന്റിനും ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനുമായിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.